നെക്സ്റ്റ് വൺ ടേൺ ടേബിൾ ആണ്. ഇതാണ് എൻ്റെ ടേബിൾ ടോൺ. പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എടുത്തിട്ടില്ല. ഇത് ഇത്തിരി വില കൂടിയതാണ്. ഇത് ഞാൻ പഴയത് ഒരെണ്ണം എൻ്റെ സാറ് എനിക്ക് തന്നതാണ്. ഇത് നല്ല ഇതാണ്, നല്ലോണം ഈട് നിൽക്കുന്ന സാധനമാണ്. നല്ല വെയിറ്റും ആണ് കേട്ടോ ഇതിന്. മറ്റേത് പ്ലാസ്റ്റിക്കിന് കേട്ടോ അത് 250, ഇത് 1200, 800 തുടങ്ങി 1200 വരെയൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വൺ ഇതാണ്, ടിന്നുകളാണ്. എൻ്റെ കയ്യിലുള്ള ടിന്നെല്ലാം ഇങ്ങനത്തെയാണ്. ഇത് 1 kgയുടെയാണ്, 1 kgയുടെ ടിന്നാണ്. ഇത് 1/2 kg. ഇത് 1 kgയുടെ 8 ഇഞ്ചിൻ്റെ. ഇത് 2 kgയുടെ 10 ഇഞ്ചിൻ്റെ ടിന്നാണ്. പിന്നെ ഇതാണ് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, ബാർബി ഡോളിൻ്റെ ഇതാണ്. ബാർബി ഡോൾ ചെയ്യുന്നത് ഇതിലാണ്. ഇത് 1/2 kgക്ക് എടുക്കുന്നതാണ്. 6 ഇഞ്ചിൻ്റെയാണിത്, 1/2 kg. ഇത് സെയിമാണ് 8 ഇഞ്ചിൻ്റെ. ഇത് കപ്പ് കേക്ക്സ്. ഇപ്പോൾ നമ്മൾ കപ്പ് കേക്ക്സ് പ്ലെയിനായിട്ട് വെച്ച് ഒഴിക്കുകയാണെങ്കിൽ അത് കവർ ലൂസാണെങ്കിൽ മലന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. ഇതിൽ വെച്ചിട്ട് നമുക്ക് കപ്പ് കേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ഇതാണ്, പ്ലേറ്റ് നൈഫാണിത്. ഇത് നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് സെറേറ്റഡ് നൈഫാണ്. ഇതാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ വെച്ച് കട്ട് ചെയ്താൽ നല്ല കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ കിട്ടും. ഇത് സ്റ്റീൽ സ്ക്രാപ്പർ. ഇത് നമുക്ക് ഓരോ മെഷർമെൻറ്റ് ഉൾപ്പെടെ ഉള്ളതാണ്. കേക്കിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് നോക്കാം. ഇതും കേക്ക് സൈഡൊക്കെ നല്ല ഫിനിഷ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഡെക്കറേഷനാണ് ഉപയോഗിക്കുന്നത് നോസിൽസ് ആണ്. ഇത് ഓരോ ഫ്ലവറൊക്കെ ചെയ്യാൻ വേണ്ടി ഇതാക്കുന്നത്. ഇതാണ് ഫ്ലവർ നോസിൽ കേട്ടോ. ഇതാണ് ഫ്ലവർ നോസിൽ. ഇത് ഓരോ ടൈപ്പ് നോസിൽസാണ്. പല ടൈപ്പുണ്ട്, പല ഡിസൈനിൽ വരുന്ന നോസിൽസാണ്. ഇതാണ് ബാസ്ക്കറ്റിൻ്റെ ചെയ്യുന്നത്. ഇത് വെളുത്തുള്ളിയുടെ ചെയ്യണത്. ഇനി ഇതൊക്കെ ഓരോരോ ഫ്ലവർ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, കാണിച്ചു തരാം ഞാൻ. ഇതാണ് ഫ്ലവർ നോസിൽ കേട്ടോ. റോസാപ്പൂ ചെയ്യാനെടുക്കുന്ന നോസിൽ ഇതാണ്. ഇത് കപ്സാണ്. പല പല കപ്പുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അതൊരു പല പല കപ്സുകളാണ്. ഇതാണ് ഹാൻഡ് വിസ്ക്. ഇത് വെച്ച് നമുക്ക് ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണിത്. നെക്സ്റ്റ് വൺ കേക്കിന് വേണ്ടത് കേക്ക് ബോക്സാണിത്. കേക്ക് ബോക്സ്. പിന്നെ കേക്കിൻ്റെ സഞ്ചി. അതേപോലെ അതിനൊപ്പം തന്നെ നമുക്ക് സഞ്ചി മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ കേക്കിൻ്റെ സഞ്ചിയാണ്. അതേപോലെ വെച്ച് കൊടുക്കാൻ പറ്റിയ സഞ്ചി. നെക്സ്റ്റ് വൺ ഇതിൻ്റെ കേക്ക് ബോർഡാണിത്. കേക്ക് ബോർഡ് കേക്ക് വെച്ച് നമ്മൾ ചെയ്യുന്നതിനാണ് കേക്ക് ബോർഡ്. നെക്സ്റ്റ് വൺ ഇത് ബാർബി ഡോളിന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഇതാണ്. ഇതിങ്ങനെ കേക്കിലേക്ക് കുത്തി വെച്ച് ബാർബി ഡോൾ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ബാർബിയുടെ മോൾഡ്. നെക്സ്റ്റ് വൺ ഡെക്കറേഷൻ ചെയ്യാൻ കുറേ സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക്. ഓരോ തരം നമുക്ക് പലതരത്തിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഏത് തരം വെച്ച് ഇതാക്കാം. ഇത് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ കുത്തി വെക്കാൻ കിട്ടും. അതാണ്. ഇത് ലിക്വിഡ് കോൺ സിറപ്പാണ്. ഇത് നമ്മൾ മിറർ ഗ്ലേസിൽ യൂസ് ചെയ്യുന്നതാണ്. അത് മിറർ ഗ്ലേസിൻ്റെ റെസിപ്പി പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഐസിങ് ഷുഗർ. ഐസിങ് ഷുഗറാണിത്. ഇത് സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ. സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ. ഇത് ബേക്കിംഗ് പൗഡർ. ഇതാണ് കാസ്റ്റർ ഷുഗർ എന്ന് പറഞ്ഞില്ലേ, കാസ്റ്റർ ഷുഗറാണിത്. നമ്മൾ തരിതരി പോലെ ഇരിക്കും. ഇത് ഞാൻ കാണിച്ചു തരാം. ഐസിങ് ഷുഗർ നല്ല പൊടിഞ്ഞ ഷുഗറാണ്. ഇത് ഗ്രാനുലേറ്റഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ കുറച്ച് തരിതരി പോലെ ഇരിക്കും. കടയിൽ പറഞ്ഞാൽ കിട്ടും ഗ്രാനുലേറ്റഡ് ഷുഗറിന്. കേക്ക്സിൽ ബാറ്ററിൽ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും.
പിന്നെ ഇതാണ് ബ്രൗൺ ഷുഗർ. ഇതാണ് ഞാൻ പറഞ്ഞ മാർജറിൻ. ഇത് GSM മാർജറിനാണ്. ഇതാണ് കേക്ക് ബാറ്ററിൽ യൂസ് ചെയ്യണത്. SSM ആണ് നമ്മുടെ ഇതിന് യൂസ് ചെയ്യുന്നത്, ഡെക്കറേഷന് വിപ്പിംഗ് ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് വിപ്പിംഗ് ക്രീമാണ്, വിവോയുടെ റോയൽ ക്രീം. ഇത് ഫിയോണ. ഇത് ഒരു നോസിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിലിങ്ങനെ പിടിച്ച് വെച്ചാണ് റോസ്റ്റ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്നതാണ്. ഡെക്കറേഷന് നമ്മൾ നോസിലിട്ട് ഇത് വെച്ചാണ് ചെയ്യുന്നത്. ഇനി കളേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കളറാണ് ഷുഗർ ഗിൻ്റെ കേക്ക് ഡെക്കർ കളറാണ്. ഐസിങ് കളർ, ജെൽ കളർ, യെല്ലോ ആണിത്. ഇത് ജെലാറ്റിനാണ്. ജെലാറ്റിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മിറർ ഗ്ലേസിന് യൂസ് ചെയ്യും ജെലാറ്റിൻ. അത് ഞാൻ റെസിപ്പി പറഞ്ഞു തരാം. ഇത് ഷുഗർ കളർ ജെൽ തന്നെ, ചോക്ലേറ്റ് കളറാണ്. ചോക്ലേറ്റ് കളർ, സ്കിൻ ടോൺ കളർ എന്ന് പറയും, ചോക്ലേറ്റ് ആണ്. നെക്സ്റ്റ് വൺ റെഡ് കളർ, സെയിം തന്നെയാണ് കേട്ടോ. ഇത് ബ്ലൂ. ഇത് എസെൻസ് ആണ്. ഇത് ഓരോരോ എസെൻസുകളാണ്. വാനില എസെൻസ് ആണ്. പൈനാപ്പിൾ എസെൻസും വാനില എസെൻസൊക്കെ കിട്ടും ഇതിൽ. ഇത് പൈനാപ്പിളാണ്. യെല്ലോ കളറ്. ഇതാണ് കേട്ടോ ജെൽ ഫുഡ് കളറ്. വേറെ ഒരു കമ്പനിയുടെയാണ്, B&Bയുടെ ജെൽ ഫുഡ് കളർ. നല്ലത് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. ഇതിനെക്കാട്ടി നല്ലത് ഇത്. ഞാൻ ആദ്യം മേടിച്ചതാണ്. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ആണ്. ബട്ടർ സ്കോച്ച് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള എസെൻസാണ്. ഇതാണ് നമ്മൾ ടൊമാറ്റോ റെഡ്. ഞാൻ പറഞ്ഞില്ലേ, റെഡ് വെൽവെറ്റിന് യൂസ് ചെയ്യുന്ന ടൊമാറ്റോ റെഡാണിത്. ഇത് ബട്ടർ സ്കോച്ച് തന്നെ, സെയിം ഇതാണ്. ഇത് ബട്ടർ മിക്സ് എന്ന് പറയും. ഇത് മിക്സ് ചെയ്താൽ നല്ല മണം ഉണ്ടാവും, നല്ല കളറും ഉണ്ടാവും. ബട്ടർ സ്കോച്ചിലൊക്കെ ബദാം ബട്ടർ സ്കോച്ച് കേക്ക് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്, ബദാം മിക്സ്. ഇത് പല എസെൻസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ. മാംഗോ, അത് എല്ലാം നല്ലതാണ്, നല്ല കമ്പനിയാണ് എസെൻസിൻ്റെ. ഇത് പൈനാപ്പിൾ. ഇത് ആൽമണ്ട്. ഈ സെയിം ആണ്, പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട്. ഇതാകുമ്പോൾ ഇച്ചിരി കളറും നല്ല മണമൊക്കെ ഉണ്ടാവും യൂസ് ചെയ്യുമ്പോൾ. ഇത്രയാണ് ഞാൻ കാണിച്ചു തന്നത്.